ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഫണ്ടമെന്റൽസ് ഓഫ് എ സി അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എ സി നമുക്കറിയാം അല്ലെ, എന്താ എ സി എന്ന് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുക എങ്ങനെയാണ് എ സി ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ പാരലൽ ആയിട്ട് നമുക്കിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കിങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കണ്ടക്ടറിനെ ഞാൻ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ളിടത്താണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനത്തെ ഒരു റെക്ടാങ്കുലർ കണ്ടക്ടറിനെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഇതിങ്ങനെ വെച്ചിട്ട് ഈ കണ്ടക്ടറിനെ മാത്രം ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഫ്ലക്സ് ലൈൻസിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടക്ടറിനെ ഞാൻ ഈ ഫ്ലക്സ് ലൈൻസിൽ ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഉണ്ടാവുമല്ലോ അല്ലെ, വേരി ചെയ്യുന്ന ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ഫ്ലക്സിന്റെ വാല്യൂ ആണ് phi is equal to phi m cos omega t. കാരണം സൈൻ ഫ്ലക്സ് അവിടെ ഇതാവുന്നില്ല, മേജർ ആയിട്ട് കോസ് കമ്പോണന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് phi is equal to phi m cos omega t ആണ് അവിടുത്തെ ഫ്ലക്സ്. അപ്പൊ ഇതിപ്പോ ഒരു കണ്ടക്ടറല്ലേ വെച്ചത്, അപ്പൊ ഉണ്ടാവുന്ന ഫ്ലക്സ് phi ആണ്. ഇപ്പൊ ഞാൻ n കണ്ടക്ടേഴ്സ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്തായിരിക്കും? n phi ആയിരിക്കും അല്ലെ. അപ്പം അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ലെൻസസ് ലോയും കൂടെ വരും. എന്താണ് ലെൻസസ് ലോ പറയുന്നത്? വേറൊന്നുമല്ല, ഈ ഇ എം എഫിന്റെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണോ ഉണ്ടാവുന്നത് ആ കാരണത്തിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണെന്ന്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കേണ്ടി വരും. പി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ആണ്. ഓക്കെ, അപ്പൊ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ആണ്. ഈ എൻ ഫൈക്ക് പകരം ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഫൈക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്താണ്? ഫൈ എം കോസ് ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഇൻറ്റു ഫൈ എം കോസ് ഒമേഗ ടി. അത് നോക്കുമ്പോഴത്തേന് ഈ എന്നും ഫൈ എമ്മും ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ അതിനെനിക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പം എൻ ഫൈ എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേന് മൈനസ് സൈൻ ഒമേഗ ടി അല്ലെ. അപ്പൊ മൈനസ് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ അല്ലെ. അപ്പം ഇതിൽ എന്താ വരിക? മൈനസ് എൻ ഫൈ എം ബൈ ഒമേഗ മൈനസ് എൻ ഫൈ എം ബൈ ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി. ഈ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആവുമല്ലോ. അപ്പം എൻ ഫൈ എം ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ അല്ലെ. അപ്പം അതിൽ ഈ എൻ ഫൈ എം ബൈ ഒമേഗ എന്ന് പറയുന്ന ഈ ടേമിനെ ഞാൻ ഇ എം എന്ന് എടുക്കുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. അതായത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. ഇ എം എന്ന് പറയുന്നതാണ് എന്ത്? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഇ എം എന്ന് പറയുന്നത്. ആ ഇ എം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് എന്ത്? എൻ ഫൈ എം ബൈ ഒമേഗ. സോറി, എൻ ഫൈ എം ബൈ ഒമേഗ. സോറി, ഇവിടെ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോറി കേട്ടോ. അത് ഒരു മിനിറ്റ്, നമ്മൾ ഡി ബൈ ഡി ടി അല്ലേ, ഞാനവിടെ ഇന്റഗ്രൽ എടുത്തു. സോറി. ഇത് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എന്താ വരിക? സൈൻ ഒമേഗ ടി
ഇൻറ്റു ഒമേഗ അല്ലേ വരിക, സോറി കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ എന്താണ്, സോറി, ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്, സോറി. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ഒരു ഇൻറ്റു, നേരത്തെ ഞാൻ ഡിവൈഡ് പറഞ്ഞെടുത്ത് ഇപ്പൊ ഇൻറ്റു ഒരു ഒമേഗ ആയിരിക്കും വരിക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് എന്ന് പറയുമ്പോൾ എൻ ഫൈ എം ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. വേറൊന്നുമില്ല, എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം കോസ് ഒമേഗ ടി ആണ്. അപ്പൊ ഒരൊറ്റ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം കോസ് ഒമേഗ ടി. അപ്പൊ എൻ കണ്ടക്ടേഴ്സ് ആകുമ്പോൾ എൻ ഫൈ ആവും, പി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ആണ്. അപ്പൊ ഫൈന് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം, ഫൈ എം കോസ് ഒമേഗ ടി ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പം ഇതില് എന്നും ഫൈ എന്നും ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കുന്നു. ഇത് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി, ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ അല്ലെ. സോറി, നേരത്തെ അത് ഡിവൈഡ് എന്നാ പറഞ്ഞ ഇൻറ്റു ഒമേഗ ആണ്, സോറി. അപ്പം ഇത് വരുമ്പോൾ ഈ ഒമേഗയും കൂടെ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ പുറത്തെടുക്കുമ്പോൾ ഇങ്ങോട്ടത്തോട്ട് എഴുതുമ്പോൾ മൈനസ് സൈൻ മൈനസ് എൻ ഫൈ എം ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞു. ഈ എൻ ഫൈ എം ഇൻറ്റു ഒമേഗയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇ എം എന്ന് പറയാം. അതാണ് ഉണ്ടാകുന്ന മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ്. ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്, എൻ ഫൈ എം ഇൻറ്റു ഒമേഗ ആണ്. അപ്പൊ അതേ ഇൻറ്റു അപ്പം സൈൻ ഒമേഗ ടി, അപ്പം ഇ എം ആണ് എൻ ഫൈ എം ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് തന്നെ വീണ്ടും നമുക്ക് എഴുതാം, ഈ എൻ ഇൻറ്റു ഫൈ എം ഇൻറ്റു ഈ ഒമേഗയെ നമുക്ക് എന്ത് പറയാം, 2π എഫ് എന്ന് പറഞ്ഞൂടെ അല്ലെ. 2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി ആണ്, അപ്പം എൻ ഫൈ എം ഇൻറ്റു 2π എഫ് ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലെ, ബി ഈസ് ഈക്വൽ ടു അല്ലെ, ബി എന്ന് പറയുന്നത് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി. അതെന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ. അപ്പം ഈ ഫൈക്ക് പകരം എനിക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു ബി എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ ആയിരിക്കും. ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും, എൻ ഇൻറ്റു എ ഇൻറ്റു ബി എം ഇൻറ്റു 2π എഫ് എന്ന് വേണമെങ്കിൽ അങ്ങനെ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം കോസ് ഒമേഗ ടി ആണ്. അപ്പൊ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി ആണ്. അവിടുത്തെ ഇ എം ആണ് മാക്സിമം എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഫൈ എം ഇൻറ്റു ഒമേഗ ആണ്. അപ്പം ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി അല്ലേ മാക്സിമം വരുന്ന ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ടിന്റെ വാല്യൂന് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഐ ഈസ് ഈക്വൽ ടു അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ എം സൈൻ ഒമേഗ ടി ആയിരിക്കും അല്ലെ. അവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ എം ആയിരിക്കും. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് വാല്യൂ ഓഫ് ഇ എം എഫിന് നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്നും പറയാം അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണെന്ന് വെച്ചോ, നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെ. അപ്പം നമ്മൾ ഇ എം എഫ് പ്ലോട്ട് ചെയ്യണമെന്ന് വെച്ചോ, ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി അല്ലേ പറഞ്ഞേ. അപ്പൊ ഇത് പറയുന്നത് സൈൻ്റെ വാല്യൂ 0 ആവുന്ന ഇൻസ്റ്റന്റ് ഏതൊക്കെയായിരിക്കും, സൈൻ 0 ആണ്, സൈൻ പൈ എന്താണ് 0 ആണ്. സൈൻ്റെ വാല്യൂ മാക്സിമം വരുന്നത് ഏത് ഇന്റർവെല്ലിലാ, π/2 അല്ലെ മാക്സിമം വാല്യൂ വരുന്നത്. അപ്പം ഇ എം എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇ എമ്മിന് വാല്യൂ വരിക ഏത് ഇൻസ്റ്റന്റിലായിരിക്കും, π/2 എന്ന് പറയുന്ന ടിയുടെ വാല്യൂ വരുമ്പോഴായിരിക്കും ഇ എമ്മിന്റെ വാല്യൂ മാക്സിമം. അതിനുശേഷം വീണ്ടും കുറഞ്ഞ് പൈ ആകുമ്പോഴത്തേന് അതിന്റെ വാല്യൂ എന്താവും, 0 ആവും. എന്നിട്ട്
ഇതിന്റെ ടൈം പീരീഡ് എത്ര വരും? പൈ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 2π ആയിരിക്കും അല്ലെ. ഇനി ഇതുപോലെ 270 ഡിഗ്രി ആവുന്ന സമയത്തേക്കാണ് ഇതിന്റെ വാല്യൂ -em മാക്സിമം വാല്യൂ വരിക. അത് -em ആയിരിക്കും. 2π എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ അതിന്റെ വാല്യൂ എന്താവും? 0 ആവും അല്ലെ. ഇതായിരിക്കും നമ്മുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരിക സൈൻ വേവിന്റെ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു AC വേവ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് എന്താണ് അതിന്റെ സൈക്കിൾ, അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡ് എന്താണ് ഫ്രീക്വൻസി, അതൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോവുക. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഫസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് എന്താണ് ഒരു സൈക്കിൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു AC വേവ് കണ്ടു അല്ലെ. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്താണ്? നേരത്തെ നമ്മൾ വരച്ചതുപോലെ ഇതാണ് ഒരു വേവ് അല്ലെ. ഈ വേവ് ഈ ഒരു സൈക്കിൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു വേവാണ് ഇങ്ങനെ. അപ്പം ഇതിന്റെ 0 മുതൽ 2π വരെയാണ് ഇതിന്റെ ഒരു സൈക്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ഒരു സെറ്റ് ഓഫ് പോസിറ്റീവും നെഗറ്റീവും ഹാഫ് വാല്യൂസ് ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു വൺ സെറ്റ് ഓഫ് കംപ്ലീറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യാണ്? ഇതുപോലെ അടുത്തൊരു പോസിറ്റീവ് വാല്യൂ വരുന്നുണ്ട്, പിന്നെ അതൊരു നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട് അല്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് വാല്യൂ ഓഫ് എ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് സൈക്കിൾ. അപ്പൊ ഇവിടുത്തെ സൈക്കിൾ വരെ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? 0 മുതൽ ഈ 2π വരെയുള്ള ഇൻസ്റ്റന്റ് ആണ് അതിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സൈക്കിൾ കഴിയുമ്പോൾ വീണ്ടും ഈ വേവ് ഫോം എന്ത് ആയിരിക്കും? റിപ്പീറ്റ് ചെയ്യായിരിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു സൈൻ വേവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എത്ര റേഡിയനിലായിരിക്കും? 2π റേഡിയൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 360 ഡിഗ്രി ആണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതുപോലെ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ടേം ആണ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു കംപ്ലീറ്റ് സൈക്കിള് നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്? ടൈം പീരീഡ്. ദാറ്റ് കംപ്ലീറ്റ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് സൈക്കിൾ, അതായത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ ആകുമ്പോൾ ഇതിന്റെ ടൈം പീരീഡ് എത്രയാണ്? ഈ ഏതിൽ വരും? ഈ 2π വരെ വരുന്നതായിരിക്കും അതിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു വേവിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π റേഡിയൻ അഥവാ 360 ഡിഗ്രി ആണ് ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതായിട്ട്, അതായത് 2π റേഡിയൻ ആയിരിക്കും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി, അതായത് ഒരു സെക്കൻഡില് എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ഇതിന് കവർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി? എത്ര കംപ്ലീറ്റ് സൈക്കിൾ ആണോ ഒരു സെക്കൻഡിൽ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് പറയാം? സൈക്കിൾ പെർ സെക്കൻഡ്. എത്ര സൈക്കിൾ ആണ് ഒരു സെക്കൻഡിൽ അതിന് കവർ ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമ്മൾ ആ ഡെഫിനിഷനിൽ അതേ പറഞ്ഞത് എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ഒരു സെക്കൻഡിൽ അതിന് പൂർത്തിയാക്കാൻ പറ്റുന്നത്, അതാണ് അതിന്റെ ഫ്രീക്വൻസി. ഈ സൈക്കിൾ പെർ സെക്കൻഡിന്റെ വേറെ പേരാണ് നമുക്ക് എന്ത് പറയാം? ഹെഡ്സ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? F is equal to 1/t.
നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു ടേം ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഒക്കെ ഒരു മാക്സിമം ഹൈറ്റ് ഇല്ലേ, എത്രയാണ് വരുന്നത്, മാക്സിമം വരുന്ന വാല്യൂ, അതിനെയാണ് എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇതിന്റെ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ ഒരു മാക്സിമം വാല്യൂ നമ്മൾ ആ ഇ എം പറഞ്ഞില്ലേ, അതിനെയാണ്, അത് പോസിറ്റീവ് ഇ എമ്മും വരും നെഗറ്റീവ് ഇ എമ്മും വരും അല്ലെ, അതാണ് എന്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറച്ച് വാല്യൂസ് ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അതുപോലെ ആവറേജ് വാല്യൂ, അതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ എന്താ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റന്റിലെ അതിന്റെ വാല്യൂ, അതാണ് എന്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഏതെങ്കിലും ഇപ്പൊ ടി ഈസ് ഈക്വൽ ടു 0 എത്രയാണ്, ടി ഈക്വൽ ടു π/3 എത്രയാണ്, അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു π/4 അതിന്റെ വാല്യൂ എത്രയാണ് അല്ലെ, ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി അല്ലേ. അപ്പം ഈ ടിക്ക് ഓരോരോ ഇൻസ്റ്റന്റിൽ നമ്മൾ ഓരോരോ വാല്യൂ കൊടുക്കും, അതിനെല്ലാം അതിന്റെ ഇ എം എഫിന്റെ വാല്യൂ എത്രയാണ് അത് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇ എം എഫ് ഏതിന്റെ ഇ എം എഫിന് കണ്ടുപിടിക്കാം, കറണ്ടിന്റെ കണ്ടുപിടിക്കാം, എന്തിന്റെ ആണെങ്കിലും ഇതുപോലെ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു ഇതാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേന് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് 1-2 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് എന്ന് പറയും. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ആവറേജ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ഒരു മെത്തേഡാണ് എന്ത്, മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. അതായത് ഈ ഒരു വേവ് ഫോമിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിൾ ഉള്ള ഇത് എടുക്കുമ്പോഴത്തേന് നമ്മൾ അതിന്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ എടുക്കുള്ളൂ. ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് 0 കിട്ടും. കാരണം ഒരുപോലത്തെ അല്ലേ, പോസിറ്റീവും സെയിം അതേ മാഗ്നിറ്റ്യൂഡിലല്ലേ നെഗറ്റീവ് വരിക. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു ഹാഫ് സൈക്കിളിന്റെ എടുക്കത്തുള്ളൂ. അപ്പം ഈ മിഡ് ഓർഡിനേറ്റ് മെത്തേഡിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഇതിപ്പോ ഞാൻ കറണ്ട് എടുത്തിരിക്കണേന്ന് വെച്ചോ, അപ്പൊ ഐ എം ആണ് മാക്സിമം. ഈ ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോ നോക്കും. ഇപ്പൊ I1 എന്ന് പറയുന്ന ഒരു ആ ഇൻസ്റ്റന്റിലെ കറണ്ട് ഇപ്പൊ I1, ഇപ്പൊ ഒരു T1 എന്ന് പറഞ്ഞിട്ട് ടൈം അല്ലെ, ആ ഒരു ഇൻസ്റ്റന്റ് ഓഫ് കറണ്ട് I1 ആണ്. ഇത് നെക്സ്റ്റ് ഇത് I2 ആണ്, I3 ആണ്. ഇങ്ങനെ കുറെ നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യും. I4, I5 അങ്ങനെ IN എന്ന് പറഞ്ഞിട്ട് കുറെ ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ n ഭാഗങ്ങളായിട്ടായിരിക്കും ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെ കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ n ചെയ്താൽ പോരെ. I1 + I2 + I3 + എക്സെട്ര അപ് ടു IN, n ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള IN ഡിവൈഡഡ് ബൈ n. ഇതായിരിക്കും എന്താ അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ആയിരിക്കും, നെക്സ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അനലിറ്റിക്കൽ മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് നോക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് സൈക്കിളിലെ ഏരിയ ഡിവൈഡഡ് ബൈ അതിന്റെ ബേസ്. അനലിറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. അതായത് ഏരിയ അത് ഫുൾ ഏരിയ അല്ല, ഏരിയ ഓവർ ഹാഫ് സൈക്കിൾ. ഹാഫ് സൈക്കിളിൽ അത് കംപ്ലീറ്റ് ചെയ്യണ ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഓവർ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ്. ഇവിടെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അത് ഏതോട്ട് ഏതുവരെയായിരിക്കും, 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള ഹാഫ് സൈക്കിൾ പറയുന്നത്. അപ്പം 0 to 180 ഡിഗ്രി I × dt. ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 0 to ഹാഫ് സൈക്കിളിലല്ല. അപ്പൊ 0 മുതൽ π ആയിരിക്കും. അപ്പം ഇന്റഗ്രൽ 0 to 180 അല്ലെങ്കിൽ 0 to π I dt അല്ലേ. 0 to 180 ഞാൻ ബാക്കിയെല്ലാം പൈയിലല്ലേ എഴുതി, അപ്പൊ പൈയിൽ തന്നെ പറയാം. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ 0 to pi ഇന്റഗ്രൽ 0 to pi I dt ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് ഐക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? ഐ എം സൈൻ ഒമേഗ ടി എഴുതാമല്ലോ. അപ്പൊ ഇതിനൊന്ന് എഴുതുമ്പോൾ 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 to pi ഐ എം സൈൻ തീറ്റ ഞാൻ ഇടാൻ പോവാണേ. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റ അല്ലേ? അപ്പൊ ഐ എം സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പൊ 1/π ഇൻറ്റു ഐ എം അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഏത് ലിമിറ്റിലാ? 0 to പൈയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ 1/π ഇൻറ്റു ഐ എം ഇൻറ്റു സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് കോസ് തീറ്റ അല്ലെ? വിത്തിൻ ദ ലിമിറ്റ് ഏതാണ്? 0 to പൈ അല്ല. അപ്പൊ 1/IM/π എന്ന് ഞാൻ എഴുതാലോ. IM/π ഇൻറ്റു മൈനസ് കോസ് തീറ്റ. അപ്പൊ അതിനെ മൈനസിനെ ഞാൻ പുറത്തെടുത്ത് എഴുതുവാണെ. മൈനസ് IM/π ഇൻറ്റു കോസ് തീറ്റ. കോസ് പൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും അല്ലെ? -1 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ ഇത് മൈനസ് IM/π ഇൻറ്റു -2. അപ്പൊ 2 മൈനസ് മൈനസും പോയിട്ട് എന്ത് വരും? 2IM/π. അതായത് ഇപ്പൊ ഒരു സൈൻ വേവ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2IM/π ആണ് അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ആവറേജ് വാല്യൂ പഠിച്ചില്ല. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഇൻസ്റ്റന്റിലെ വാല്യൂ ആണ്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സൈൻ വേവ് ആണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ബൈ ഹാർട്ട് ചെയ്യുക. 2IM/π ആണ് എന്ത്? അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇപ്പം ആവറേജ് വാല്യൂ പഠിച്ചല്ലേ? 2IM/π ആണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് നമ്മൾ പഠിച്ചു. ഈ 2IM/πനെ കുറച്ചുകൂടെ 2/π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആവറേജ് വാല്യൂ എന്ത് കിട്ടും? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ആവറേജ് വാല്യൂന് ഞാനിപ്പോ എന്താണ് 2IM/π എന്ന് എഴുതി. 2/π ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.637 IM. 0.637 ഇൻറ്റു IM. അതാണ് 2/π എന്ന് പറഞ്ഞ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. ആവറേജ് വാല്യൂ പോലെ നെക്സ്റ്റ് വരുന്ന വാല്യൂ ആണ് എന്ത്? RMS വാല്യൂ. RMS വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് RMS വാല്യൂ. ഈ RMS വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അല്ലേ ഇപ്പൊ നമ്മൾ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഞാനൊരു റെസിസ്റ്ററിന്റെ അകത്തൂടെ കടത്തി വിടുകയാണ്. ഒരു ഇത്ര ടൈമിൽ ഒരു റെസിസ്റ്റൻസിന്റെ അകത്തൂടെ കടത്തി വിടുമ്പോഴത്തേന് എന്ത് പറ്റും? അതിനൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഈ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര DC കറണ്ട് ആണ് ഈ റെസിസ്റ്റൻസിലൂടെ ഈ ടൈം കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടുന്നത്. ആ വാല്യൂ ഓഫ് ഇതിനെയാണ് എന്ത് പറയുന്നത്? RMS വാല്യൂ ഓഫ് കറണ്ട്. എന്താണത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the value of DC current which when flows through a given resistance produces the same amount of heat as produced by the alternating current through the same resistance for the same time. ഇതിനെയാണ് എന്ത് പറയുന്നത്? RMS വാല്യൂ ഓഫ് കറണ്ട്. അപ്പൊ എന്താണത്? ഒരു AC കറണ്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിന്റെ അകത്തൂടെ കടത്തി വിടുമ്പോഴത്തേന് അതിന്റെ അകത്ത് അതുണ്ടാക്കുന്ന ആ ഒരു ഹീറ്റ് ഉണ്ടല്ലോ, ഒരു ഇത്ര ടൈം കടത്തി വിടും ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിലൂടെ. അപ്പൊ ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ വാല്യൂ ഓഫ് ഹീറ്റ് തന്നെ എന്താണ്? കറസ്പോണ്ടിങ് ഒരു DC കറണ്ട് ആ ഒരു ടൈമിൽ അതേ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര DC കറണ്ട് വേണം, അതിനെയാണ് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് IRMS എന്ന് പറയുമ്പോഴത്തേന് ഇന്റഗ്രൽ 0 to pi I dt the whole square
ഡിവൈഡഡ് ബൈ ബേസ്. ആ സ്ക്വയർ വാല്യൂ കൂടെ വരുന്നേ ഉള്ളൂ. ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ടൈം പീരീഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ റൂട്ട് ഓഫ് ഇന്റഗ്രൽ 0 to π im സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ പൈ. അപ്പൊ ഇതില് im സ്ക്വയറും പൈയും ഒക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ, കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ im സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ, റൂട്ട് ഇവിടെ ഉണ്ട്, ഓക്കെ, ഇന്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഇനി ഈ സൈൻ സ്ക്വയർ എന്നിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ മാത്രം മാറ്റുവാണ്. im സ്ക്വയർ ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റയാണ് ഞാൻ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് മാറ്റുവാണ്. ഓക്കെ, ഇൻറ്റു ഡി തീറ്റ. ഈ 2നെയും കൂടെ ഞാൻ അങ്ങ് പുറത്തെടുത്തു. അപ്പൊ റൂട്ട് ഓഫ് im സ്ക്വയർ ബൈ 2 π ഇൻറ്റു ഇന്റഗ്രൽ ആണ് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ആ ചെയ്യേണ്ട അല്ലെ. 1/2നെ സോറി ഇതിനെ ഞാൻ മാറ്റി എഴുതില്ല. അപ്പൊ ഇൻറ്റു 0 to π 1 മൈനസ് കോസ് 2 തീറ്റ ഇൻറ്റു ഡി തീറ്റ അല്ലെ. അപ്പം റൂട്ട് ഓഫ് im സ്ക്വയർ ബൈ 2 π ഇൻറ്റു ഇന്റഗ്രൽ ഡി തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, തീറ്റ അല്ലെ, തീറ്റ മൈനസ് മറ്റേതിന് ചെയ്യുമ്പോൾ കോസ് തീറ്റ വരുമ്പോൾ സൈൻ 2 തീറ്റ ബൈ 2 എന്നും പറഞ്ഞിട്ട് വരും അല്ലെ. ഇതില് സൈൻ്റെ വാല്യൂത്തിന്റെ ലിമിറ്റ് എത്രയാണ്, 0 to π അല്ലേ. സൈൻ 0യും 0 ആണ്, സൈൻ പൈയും 0 ആണ്. അപ്പൊ ഈ ഒരു ടേം അങ്ങ് പോവും. പിന്നെ ഇത് ഏതിനെ അപ്ലൈ ചെയ്യേണ്ടി വരത്തുള്ളൂ, നമ്മളിവിടെ എല്ലാം ഈ മുകളിലത്തെ വാല്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഓക്കെ പൈ എഴുതിയിട്ടുണ്ട്, സോറി ഒന്നുമില്ല, കറക്റ്റ് ആണ്. അപ്പൊ ഇത് 0 ആയിപ്പോ. അപ്പം im സ്ക്വയർ ബൈ 2 π ഇൻറ്റു ഇവിടെ എന്താ വരിക, പൈ മൈനസ് 0 എന്ന് പറയുമ്പോൾ പൈ വരില്ലേ, ഈ പൈയും കട്ടായി പോവല്ലോ. അപ്പം റൂട്ട് ഓഫ് im സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, im വരും ഡിവൈഡഡ് ബൈ എന്താണ് ഈ റൂട്ട് വരും അല്ലെ, im ബൈ റൂട്ട് 2ന്റെ റൂട്ട് വരുമ്പോൾ റൂട്ട്. അപ്പൊ നമ്മുടെ RMS വാല്യൂ ഒരു എന്താണ്, നമ്മുടെ സൈൻ വേവ് ആണെങ്കിൽ അതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എത്രയാണ്, im ബൈ റൂട്ട് 2 അല്ലെ. അപ്പൊ im ബൈ റൂട്ട് 2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ 1.414 അല്ലേ. അപ്പൊ 1/1.414 കൂടെ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക വാല്യൂ എത്ര വരും, 0.707 ഇൻറ്റു im. അപ്പൊ നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.637 im. നമ്മുടെ എന്താണ് ഈ RMS വാല്യൂ എന്ന് പറയുന്നത് 0.707 ഇൻറ്റു im ആണ്. ഓക്കെ, അപ്പം ഈ നമ്മളെന്താണ് ഇതൊക്കെ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. എന്താണ് നമുക്ക് ഇത്രയും ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ വേറൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതാണ് മെത്തേഡ് എന്ന് കാണിക്കാനായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, im ബൈ റൂട്ട് 2 ആണ് RMS വാല്യൂ, ആവറേജ് വാല്യൂ എത്രയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഈ RMS വാല്യൂവും ആവറേജ് വാല്യൂവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഫോം ഫാക്ടർ. ഓക്കെ, അപ്പൊ ഫോം ഫാക്ടർ ഫോം ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് എന്ത്, ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ്, RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് എന്ത്, ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ RMS വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എത്ര RMS വാല്യൂ 0.707 ഇൻറ്റു im അല്ലെങ്കിൽ im ബൈ റൂട്ട് 2, അത് ഡിവൈഡഡ് ബൈ
നമ്മുടെ ആവറേജ് വാല്യൂ നമ്മൾ എത്രയാണ് പഠിച്ചത്? 2im/π പഠിച്ചു അല്ലെ. അപ്പൊ 2im/π എന്ന് പറയുമ്പോൾ എന്താണ്? 0.637 ഇൻറ്റു im അല്ലെ. ഈ im ഒക്കെ കട്ടായി പോയി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.11 ആണ്. ഇത് ആരുടെ ഫോം ഫാക്ടർ ആണ്? സൈൻ വേവിന്റെ ആണല്ലോ നമ്മൾ RMS വാല്യൂ ആവറേജ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ സൈൻ വേവിന്റെ ഫോം ഫാക്ടർ എത്രയായിരിക്കും? 1.11. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ് എന്ത്? പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ im തന്നെ എഴുതാൻ പോവാ. RMS വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 0.707 ഇൻറ്റു im അല്ലെ. അപ്പൊ im കട്ടായി പോയിട്ട് എത്ര വരും? 1/0.707 വരും അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാ വരിക? 1.414. ഇതും എന്തിന്റെ പീക്ക് ഫാക്ടർ ആണ്? നമ്മുടെ സൈൻ വേവിന്റെ പീക്ക് ഫാക്ടർ ആണ്. ഓക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കിയാലോ. ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സൈൻ വേവ് തരികയാണെങ്കിൽ അതിന്റെ എന്താണ്? എനിക്ക് RMS വാല്യൂയും ആവറേജ് വാല്യൂയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പം എന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ലൈക്ക് ദിസ്. ഹാഫ് വേവ് റെക്ടിഫൈഡിന്റെ വേവ് ഫോം ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? im ആണ്. 0 മുതൽ π വരെ കാണും. π മുതൽ 2π കാണൂല. വീണ്ടും 2π മുതൽ 3π വരെ കാണും അല്ലെ. അപ്പൊ ഇതിന്റെ എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? RMS വാല്യൂവും കണ്ടുപിടിക്കണം, ആവറേജ് വാല്യൂവും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടുത്തെ ടൈം പീരീഡ് എത്രയാണ്? 2π തന്നെയാണ് അല്ലെ. അപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പൊ എന്താണ് RMS വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു വെച്ചോ. അപ്പൊ RMS വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ടൈം പീരീഡ് എത്ര തന്നെയാണ്? 2π അല്ലേ. 2π ഇൻസ്റ്റന്റിലാണ്. 2π ന്റെ വാല്യൂ 0 ആണെന്നേ ഉള്ളൂ. അപ്പൊ ടൈം പീരീഡ് 2π തന്നെയാണ് അല്ലെ. അപ്പൊ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് I is equal to എന്താണ് അതിന്റെ ഫോർമുല? ഇന്റഗ്രൽ √0 to പൈയിലല്ലേ വാല്യൂ ഉള്ളൂ. 2π വരെ ഇല്ലാത്തതുകൊണ്ട് ആ ഇന്റഗ്രലിൽ ഞാൻ π വരെ കൊടുക്കുന്നുള്ളൂ. ഇന്റഗ്രൽ 0 to π വരെയല്ലേ അതിന് വാല്യൂ ഉള്ളൂ. im sin θ സ്ക്വയർ d θ ഡിവൈഡഡ് ബൈ എത്ര വരും? ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 2π ആണ് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് I is equal to im സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ബാക്കി എന്താ വരിക? ഇന്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ θ d θ എന്ന് വരും അല്ലേ. നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത പോലെ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ 1 മൈനസ് കോസ് 2θ ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. im സ്ക്വയർ ബൈ 2π ഇൻറ്റു ഇന്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് 1 മൈനസ് കോസ് 2θ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു d θ. അപ്പൊ ഈ ബൈ 2നെ കൂടെ ഇങ്ങോട്ട് പുറത്തെടുത്തേ. അപ്പൊ im സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഇന്റഗ്രൽ 1 മൈനസ് കോസ് 2θ ഡിവൈഡഡ് 1 മൈനസ് കോസ് 2θ അത്രേ ഉള്ളൂ. അതിൽ ഇന്റഗ്രൽ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഇൻറ്റു തീറ്റ ഡി തീറ്റ തീറ്റ ആവും. കോസ് 2θ മൈനസ് കോസ് 2θ ആകുമ്പോൾ പ്ലസ് സൈൻ 2θ ഡിവൈഡ് ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to π അല്ലേ. ഇത് എന്തായാലും സൈൻ്റെ ടേം കാണത്തില്ല. ഇത് 0 ആയിപ്പോ. ബാക്കി വരിക എത്രയായിരിക്കും? im സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ π വരും. ആ പൈയും കട്ടായിപ്പോ. അപ്പൊ എത്രയായിരിക്കും വാല്യൂ വരിക? ഇവിടെ ഒന്നും ഇല്ല, എല്ലായിടത്തും റൂട്ട് ഉണ്ട്. റൂട്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരുന്നോണ്ട് റൂട്ട് ഇട്ടില്ല. ഓക്കെ. അപ്പൊ
ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര വരിക? im² √(im² ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പൊ റൂളിന് പുറത്താക്കുമ്പോൾ ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും? im ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പം ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? im ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ ആവറേജ് വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് അതിന്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഏരിയ ഓവർ ഹാഫ് സൈക്കിൾ ബൈ ബേസ് അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പം എന്താണ്? ഇതായി പോകുന്ന ഇതല്ലല്ലോ. ലൈക്ക് ഇപ്പൊ എന്താണ് ആവറേജ് വാല്യൂ എന്ന് പറയുമ്പം എന്താണ്? ഏരിയ ഓവർ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഇതായി പോകുന്ന വേവ് ഫോമിനല്ലേ? കാരണം സിമെട്രിക്കൽ ആയിട്ടുള്ള വേവ് ഫോമിനാണ് ഏരിയ ഓവർ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ് പറയുന്നത്. കാരണം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും കാണും, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കാണും. അപ്പൊ അത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തായി പോകും? 0 ആയി പോകും. അങ്ങനത്തെ കേസിനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഇപ്പൊ പക്ഷെ അങ്ങനെ 0 ആകത്തില്ല. പക്ഷെ നമുക്ക് എന്ത് മതി? ഹാഫ് ഇതിന്റെ അല്ലേ? അപ്പൊ 0 to π into im sin θ dθ ഡിവൈഡഡ് ബൈ ആ ബേസ് എന്ന് പറയുന്നത് അതിന്റെ ഫുൾ എത്രയാണ്? 2π ആണ് അല്ലെ? അപ്പൊ im by 2π എനിക്ക് അവിടെ നിന്ന് പുറത്തെടുക്കാം അല്ലെ? ഇനി ഇന്റഗ്രൽ 0 to π sin θ dθ. sin θ ചെയ്യുമ്പോൾ മൈനസ് കോസ് θ വിത്തിൻ ദ ലിമിറ്റ് എത്രയാണ്? 0 to π. അപ്പം ആ ലിമിറ്റ് ഒക്കെ കൊടുത്തു വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? im by 2π ഇൻറ്റു ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്ര വരിക? 2 വരും. അപ്പൊ 2 കൂടെ കട്ടായി പോകുമ്പോൾ എന്റെ വാല്യൂ എത്ര വരിക? im by π. അപ്പം ആവറേജ് വാല്യൂ, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? im by πയും RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? im by 2 ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പോവുക AC സർക്യൂട്ട്സിലാണ്. AC സർക്യൂട്ട് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് നെക്രോസ് ആയിട്ട് എത്ര വരും? അല്ലെങ്കിൽ ഒരു ഇൻഡക്ടൻസ് നെക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു കപ്പാസിറ്റൻസ് നെക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? അതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു ഇതിന്റെ പ്രോബ്ലം കൂടെ നോക്കാം, ഫുൾ വേവ് റെക്ടിഫയറിന്റെ. ഓക്കെ, അപ്പം എന്താണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ എനിക്ക് എന്താണ് ആവറേജ് വാല്യൂയും RMS വാല്യൂയും കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഒരു വേവ് ഫോമും കൂടെ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇപ്പൊ നേരത്തെ ഇപ്പൊ നമ്മൾ നോക്കിയത് ഹാഫ് വേവിന്റെ അല്ലായിരുന്നോ? ഇത് ഇനിയിപ്പോ എന്താണ് ഫുൾ വേവ് റെക്ടിഫൈ ചെയ്തതാണ്. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയല്ലേ വരിക അല്ലെ? അപ്പൊ ഇവിടെ V is equal to എന്ത് വരും? Vm ആണ്. ടൈം പീരീഡ് 0, π, 2π, 3π അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം എന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ആവറേജ് വാല്യൂ, അതായത് V ആവറേജ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. V ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 1/π ഇൻറ്റു
അല്ലേ അതിൻ്റെ ടൈം പീരീഡ് ഇവിടെ എത്രയാണ് 0 to π ആണ് ടൈം പീരീഡ്. അപ്പം 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π Vm sin θ dθ അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ വീണ്ടും നേരത്തെ പോലെ എന്താ വരിക, Vm/π കോമൺ ആയിട്ട് എടുക്കുക. ഇൻ്റഗ്രൽ sin θ എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് കോസ് തീറ്റ വിത്തിൻ ദ ലിമിറ്റ് എത്രയാണ് 0 to π ആണ്. മറ്റേ Vm/π കോമൺ ആണ്, അതവിടെ കിടന്നോട്ടെ. ഇതിന് മറ്റേ ലിമിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് മൈനസ് ആണെങ്കിൽ പുറത്തിട്ടിട്ട് കോസ് π എന്ന് പറയുമ്പോൾ എന്തോ ഒരു -1 ആണ്, കോസ് 0 1 അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ എന്താ വരിക 2 വരും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു -2 ഉണ്ട്, ഇതൊരു -2, രണ്ടും കൂടെ കട്ടായി പോയിട്ട് നമുക്ക് ഇവിടെ എന്താ വരിക 2 Vm/π ആണ്. ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ കിട്ടുക. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, RMS വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറയുമ്പോൾ VRMS is equal to integral 0 to π Vm square sin square θ dθ divided by അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ π ആണല്ലോ. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, 1 - cos 2θ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ Vm സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടെ 1 - cos 2θ ഡിവൈഡ് ബൈ 2 കൂടെ വരില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ആ 2π ഞാൻ പുറത്തെടുത്തത്. ഇൻറ്റു 1 - cos 2θ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും, തീറ്റ മൈനസ് സൈൻ 2θ ഡിവൈഡഡ് ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് എത്രയാണ് 0 to π. അപ്പം അതിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റ് അങ്ങ് പോകുമല്ലോ, കാരണം 0യും πയും വരുമ്പോൾ അത് പോവും. അപ്പോൾ ബാക്കി ഉണ്ടാവുക എത്രയാ, Vm സ്ക്വയർ ബൈ 2π ഇൻറ്റു π വരും അല്ലേ. അപ്പോൾ πയും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, Vm സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ എടുക്കേണ്ടത്. അപ്പം Vm/√2 ഞാനിവിടെ എഴുതിയിരുന്നേ ഉള്ളൂ. RMS എപ്പോഴും സ്ക്വയർ റൂട്ട് വാല്യൂ അല്ലേ. അപ്പോൾ Vm/√2 ആണ് എന്ത്, ആവറേജ് വാല്യൂ. ഇവിടെ സ്ക്വയർ റൂട്ട് ഇട്ടില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു സ്ക്വയർ ഇട്ടാലും മതി. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും VRMS എന്ന് പറയുമ്പോൾ എന്ത് വരും, Vm/√2. ഇനി ഇതിൻ്റെ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, ഫോം ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കാം. ഫോം ഫാക്ടർ ആണെങ്കിൽ എന്താണ്, RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ അല്ലേ ഫോം ഫാക്ടർ. അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ RMS ബൈ ആവറേജ്. RMS എന്ന് പറയുമ്പോൾ എത്രയാണ്, Vm/√2. ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് 2 Vm/π അല്ലേ. അപ്പം Vm ഒക്കെ കട്ടായിപ്പോയി. നമുക്ക് എത്ര കിട്ടും, π/2√2 എന്ന് കിട്ടും അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 1.11. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് വേവ് ഫോമിന്റെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഏത് വേവ് ഫോമിന്റെ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ എന്താണ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ അതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ബിഹേവിയർ ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അത് പഠിക്കുന്ന ഓക്കെ, അത് പഠിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് പോകുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ്. അപ്പം ഞാനിതിപ്പോൾ ഒരു AC സർക്യൂട്ട് എന്താണ് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പം റെസിസ്റ്റൻസ് മാത്രം. ഓക്കെ, അപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് V = Vm sin ωt എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലേക്കൂടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ.
ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കാൻ പോകണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? V is equal to Vm sin omega t അല്ലെ. അപ്പൊ ഈ കറണ്ട് ഈ റെസിസ്റ്റൻസ് അക്രോസ് പോകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇതിന് അക്രോസ് ആയിട്ട് VMF ഉണ്ടാകത്തില്ലേ? അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കറണ്ടിന്റെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ അതല്ലേ ഇതിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന, അതായത് ഈ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ V is equal to Vm sin omega t ആണ് ഇതിന്റെ അകത്തൂടെ ഞാൻ ഫ്ലോ ചെയ്യിക്കുന്ന V is equal to Vm sin omega t ആണ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? I into R ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ V എന്ന് പറയുന്നത് എന്തായിരിക്കും? Vm sin omega t ആണ് ഈക്വൽ ടു I into R അല്ലെ. അപ്പൊ ഞാൻ I എന്ന് പറയുന്നത് എനിക്കിനി ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കറണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ I എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? Vm sin omega t divided by R അല്ലെങ്കിൽ Vm by R into sin omega t. അതിൽ ഈ Vm by R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കുമല്ലോ. വേരി ചെയ്യുന്ന പാർട്ട് ഏതാണ്? sin omega t ആണ് അല്ലെ. അപ്പൊ ഈ Vm by R നെ ഞാൻ എന്ത് വിളിക്കും? മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലെ. പിന്നെ എനിക്ക് എന്ത് വിളിക്കാം? Im എന്ന് വിളിച്ചൂടെ? അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ എന്ത് വരും? I is equal to Im sin omega t. ക്ലിയർ ആണോ? അപ്പൊ V എന്ന് പറയുന്നത് Vm sin omega t ഞാനൊരു റെസിസ്റ്റർ അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? I ആയിരിക്കും. I ആയിരിക്കും അതിൻ്റെ അകത്തൂടെ എന്താണ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V is equal to IR ആണ്. അപ്പൊ ഞാൻ V is equal to IR ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Vm sin omega t is equal to IR. അപ്പൊ I is equal to Vm by sin omega t divided by R വരും. Vm by R ആണ് എന്ത്? നമ്മുടെ Im മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? Vm ഡിവൈഡഡ് ബൈ R ആണ്. അപ്പൊ I is equal to Im sin omega t. ഇനി നമ്മുടെ അപ്പം വോൾട്ടേജ് ഇപ്പം ഇവിടെ സൈൻ ഒമേഗ ടി അല്ലേ, ഇവിടെയും സൈൻ ഒമേഗ ടിയിൽ തന്നെയാണ്. ഇവിടെ രണ്ടുപേരുടെ ഫേസ് സെയിം അല്ലേ? ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ ടി ചിലപ്പം ഇപ്പൊ ഒമേഗ ടി എന്നുള്ളത് ചിലപ്പോൾ ഇനി വേറെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒമേഗ ടി മൈനസ് പൈ വരാം, അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് തീറ്റയോ അല്ലെങ്കിൽ തീറ്റ ബൈ 2ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വരുന്നതാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. രണ്ടിടത്ത് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്തില്ല? ഒരു ഫേസ് ഡിഫറൻസും ഇല്ല. വോൾട്ടേജും കറണ്ടും എന്താണ്? ഇൻ ഫേസ് ആണ്. അതാണ് പ്യുവർ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒരു AC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വോൾട്ടേജും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. ഒരു മിനിറ്റ്. അവിടുത്തെ വോൾട്ടേജിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ത്? കറണ്ട്. ഇത് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിൻ്റെ അത് നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പവർ ആണ്. ശരിക്കും പവർ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ? V ഇൻറ്റു I ആണല്ലേ. അപ്പൊ V എന്ന് പറയുന്നത് എന്ത് വരും? Vm sin omega t. കറണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? Im sin omega t. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? Vm Im sin square omega t അല്ലേ. അപ്പം ഈ സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ നേരത്തെയൊക്കെ മാറ്റിയ പോലെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ. കാരണം എല്ലായിടത്തും നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് രണ്ട് പാർട്ടായിട്ട് വരും അല്ലെ. Vm Im by 2 മൈനസ് Vm Im കോസ് 2 ഒമേഗ 2 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ വരും. ഇതിൽ ഈ കോസ് 2 ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലക്ച്വേറ്റിംഗ് പാർട്ടാണ്. എപ്പോഴും വാല്യൂ വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പാർട്ടാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇതിന്റെ പവർ എന്ന് പറയുന്നത് എന്ത് വരും? Vm Im by 2 ആണ് എന്ത്? ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ പവർ എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജ് എത്രയാണ്? V is equal to Vm sin omega t അപ്ലൈ ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് I is equal to Im sin omega t ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അത് തമ്മിൽ എന്തില്ല? ഒരു ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനി അവിടുത്തെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? Vm Im by 2. ഇതാണ് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസ് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എന്താണ് പ്യുവർ റെസിസ്റ്റൻസിൽ വരുമ്പോഴത്തേനുള്ളത്. നെക്സ്റ്റ് വരുന്നത് സെയിം ഇതുപോലെ എ സി ഞാൻ ഏതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്, ഒരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എ സി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ട്, സെയിം ഇതുപോലെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഞാൻ ഏതിന് അക്രോസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഇതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തോടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് എന്തായാലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. ഓക്കെ, നേരത്തെ IR പറഞ്ഞില്ല, അതുപോലെ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന ഡ്രോപ്പാണ് എന്ത്, വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ടി ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ എടുത്ത പോലെ നമുക്ക് നോക്കാം, വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി അല്ലേ ഉണ്ടാവുക. ഇവിടുത്തെ വി എന്ന് പറയുന്നത് എന്താണ്, വി എം സൈൻ ഒമേഗ ടി ആണ് അല്ലെ. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്, കറണ്ടിന്റെ അല്ലേ, വോൾട്ടേജിന്റെ നമുക്കറിയാം. അപ്പൊ കറണ്ടിന്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഡി ഐ ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡി ഐ എന്ന് പറയുന്നത് എന്ത് വരും, വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി. അപ്പം ഇവിടെ നീ കറണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ, രണ്ട് സൈഡും എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കറണ്ട് കിട്ടുക. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം വി എം ബൈ എൽ കോൺസ്റ്റന്റ് ആണ്, സൈൻ ഒമേഗ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് വരും, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ അല്ലേ, ആ ഒമേഗ ഞാൻ ഇവിടെ ഇട്ടു. അപ്പൊ ഇത് മൈനസ് ഒന്നും അല്ല, ഒരു മിനിറ്റ്, ഓക്കെ. അപ്പൊ ഇതെങ്ങനെ എഴുതും, ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ എൽ ഓൾറെഡി ഉണ്ട്, സൈൻ ഒമേഗ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരിക, മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ അല്ലേ, ഇതാ വരിക. അപ്പൊ ഇത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് അല്ല, ഞാൻ വി എം ബൈ ഈ ഒമേഗ ഇങ്ങോട്ട് എടുക്കുകയാണെ, എൽ ഒമേഗ എന്നും പറഞ്ഞ് എടുക്കുകയാണ്. മൈനസ് കോസ് ഒമേഗ ടി അല്ല, അപ്പൊ മൈനസ് അവിടെ എനിക്ക് വേണ്ട. അതുകൊണ്ട് മൈനസ് കോസ് ഒമേഗ ടിയെ ഞാൻ എങ്ങനെ മാറ്റാൻ പോവാണ്, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്നാക്കുവാണ്. കാരണം എനിക്കിത് സൈനിന്റെ ടേമിൽ തന്നെ വേണം, എന്നാലേ പറ്റത്തുള്ളൂ അല്ലെ. കാരണം വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ എനിക്കിത് സൈനിന്റെ ടേമിൽ ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മൈനസ് കോസ് ഒമേഗ ടീനെ എങ്ങനെ മാറ്റി, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഓക്കെ, അപ്പൊ അങ്ങനെ ആക്കി. അപ്പൊ വി എം ബൈ എൽ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. നേരത്തെ നമ്മൾ പഠിച്ചപ്പോ വി ബൈ ആർ എന്നുള്ള രീതിയിലല്ലേ അത് വന്നത്, വി എം ബൈ ആർ. അപ്പം അതൊരു റെസിസ്റ്റൻസ് പോലുള്ള സംഭവം അല്ലായിരുന്നു വന്നത്. എന്നിട്ട് സൈൻ ഒമേഗ ടി ആയിരുന്നില്ലേ നമ്മുടെ റെസിസ്റ്ററിന്റെ കേസ് പഠിച്ചത്, വി എം ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. അപ്പൊ ഇവിടെ ആ ആറിന് പകരമുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അതാണ് എൽ ഒമേഗ. ആ എൽ ഒമേഗയെ ഇവിടെ എന്താ വിളിക്കുന്നതെന്നറിയോ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കും. എക്സൽ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് റെസിസ്റ്റൻസ് പോലുള്ള ഒരു വാല്യൂ ആണ്. ഇൻഡക്ടറിന്റെ കേസിലുള്ള റെസിസ്റ്റൻസ് പോലത്തെ വാല്യൂവിനെയാണ് എന്ത് പറയാ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ എന്താണ്, എൽ ഒമേഗ. അപ്പൊ എനിക്കിത് എങ്ങനെ മാറ്റി എഴുതാം, ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ എക്സൽ അല്ല, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 അല്ലെ. നേരത്തെ വോൾട്ടേജ് ഏത് ഇതിലാണ് കിടക്കുന്നത്, സൈൻ ഒമേഗ ടിയിലാണ്. ഇവിടെ കറണ്ട് എവിടെയാണ് കിടക്കുന്നത്, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അതായത് വോൾട്ടേജിൽ നിന്നും 90 ഡിഗ്രി മൈനസ് അല്ലേ, മൈനസ് ആയതുകൊണ്ട് ലാഗ് ചെയ്തിട്ടായിരിക്കും ആര് കിടക്കുക, കറണ്ട് ഉള്ളത്. വോൾട്ടേജിന് പൈ ബൈ 2 ആംഗിള് ലാഗ് ചെയ്തിട്ടാണ് ആര് വരുന്നത്, കറണ്ട് വരുന്നത്. അപ്പൊ ഇത് വോൾട്ടേജ് ആണ്, വോൾട്ടേജിൽ നിന്ന് പൈ ബൈ 2 ലാഗ് ചെയ്ത്, അതുകൊണ്ട് താഴെ വരച്ച് ലാഗ് ചെയ്തിട്ടാണ് ആരുള്ളത്, കറണ്ട് ഉള്ളത്. ഇപ്പൊ ഫേസ് ഡിഫറൻസ് അവർ തമ്മിൽ എത്രയാണുള്ളത്, 90 ഡിഗ്രി ആണ്. ലീഡ് ചെയ്യാനോ ലാഗ് ചെയ്യാനോ എന്ന് ചോദിച്ചാൽ എന്താണ്, ലാഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് മെത്തേഡിൽ പഠിച്ചത് എന്താണ്, പവർ അല്ലേ പഠിച്ചത്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ പവർ എന്താണെന്നുള്ളതാണ് നമ്മൾ പിന്നെ പഠിച്ചത്.
പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VM സൈൻ ഒമേഗ ടി ആണ്. കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? IM സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ് അല്ലെ? ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? എല്ലാം സൈനിലും കോസിലും കൂടെ ഉള്ള ഒരു ടേമല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? 0 ആണെന്ന് നമുക്ക് പറയാം. അവിടുത്തെ പവർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പക്ഷെ നമുക്ക് റെസിസ്റ്റൻസിന്റെ കേസിൽ ഒരു വാല്യൂ കിട്ടിയല്ലേ? VM IM/2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതില്ല. ഓക്കെ, ഇവിടെ പവർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഫോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താണ്? ദ പവർ ഇസ് 0. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി AC സർക്യൂട്ട് അക്രോസ് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള AC സർക്യൂട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ഈ കപ്പാസിറ്റൻസിന്റെ എക്രോസ് ആയിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ AC സപ്ലൈ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു കപ്പാസിറ്റൻസിന് എക്രോസ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? AC സപ്ലൈ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ V is equal to ഇവിടെ എന്താണ്? VM സൈൻ ഒമേഗ ടി തന്നെയാണ് ഇത് കൊടുക്കുന്ന കാരണം ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ? I. അപ്പൊ കപ്പാസിറ്റൻസിന് എക്രോസ് ആയിട്ടുള്ള കറണ്ട് ആയതുകൊണ്ട് I എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്റൻസിന്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നിടത്ത് ഈസ് ഈക്വൽ ടു L/di/dt എന്നല്ലേ എടുത്തത്? അതുപോലെ കപ്പാസിറ്റൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വരുന്നത് I ഈസ് ഈക്വൽ ടു C ഇൻറ്റു dV/dt ആണ്. ഓക്കെ, I ഈസ് ഈക്വൽ ടു C ഇൻറ്റു dV/dt ആണ്. അപ്പൊ I ഈസ് ഈക്വൽ ടു C ഇൻറ്റു d/dt ഓഫ് V. വിക്ക് വരെ എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? VM സൈൻ ഒമേഗ ടി എഴുതാം അല്ലെ? അപ്പം C ഇൻറ്റു VM കോൺസ്റ്റന്റ് അല്ലേ? VM കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കുന്നു. നെക്സ്റ്റ് എന്താണ്? d/dt ഓഫ് സൈൻ ഒമേഗ ടി. സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പം C ഇൻറ്റു VM ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പം ഈ C ഓക്കെ ഇൻറ്റു കോസ് ഒമേഗ ടി ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നേരത്തെ നമുക്ക് ആ റെസിസ്റ്റൻസിന്റെ എടുത്തപ്പോൾ എനിക്ക് VM/R എന്ന് പറഞ്ഞില്ല, അതായത് അതുപോലെ മറ്റേടത്ത് VM/L ഒമേഗ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഒരു റെസിസ്റ്റൻസ് പോലത്തെ പാർട്ട് ഇവിടെ കപ്പാസിറ്റൻസിന്റെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പാർട്ട് അവിടെ ഡിവൈഡ് ആയിട്ടില്ല അല്ലെ? അപ്പൊ അത് അങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. VM/1/C ഒമേഗ എന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? കാരണം VM/1/C ഒമേഗ എന്തായിക്കോളും? VM ഇൻറ്റു C ഒമേഗ ആവത്തില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ബൈ പാർട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് VM/1/C ഒമേഗ എന്ന് എഴുതിയിട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതി. അപ്പൊ VM/R പോലത്തെ പാർട്ടല്ലേ ഇത്? അപ്പൊ ഈ 1/C ഒമേഗനെ ഞാനിവിടെ എന്ത് പറയാൻ പോവാണ്? നേരത്തെ XL is equal to ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നല്ലേ പറഞ്ഞത്? XL എന്നല്ലേ വിളിച്ചത്? അപ്പൊ ഇതിനെ എന്ത് വിളിക്കും? XC. എന്തോ അത് കപ്പാസിറ്റി റിയാക്ടൻസ് ആണത്. ഓക്കെ, ഓക്കെ. ഇനി കറണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് പോലെ നമുക്ക് പറയാമല്ലോ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് VM ഈ കോസ് ഒമേഗ ടിനെ എനിക്ക് സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതിയാൽ പറ്റില്ലല്ലോ. അപ്പൊ സൈൻ ഒമേഗ ടി പ്ലസ് π/2 ഡിവൈഡഡ് ബൈ XC ഇങ്ങനെ എഴുതാമല്ലോ അല്ലെ? കറണ്ട് ഇസ് ഈക്വൽ ടു VM ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2 ഡിവൈഡഡ് ബൈ XC. ഈ XC എന്ന് പറയുന്ന ഈ പാർട്ടാണ് എന്ത്? നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇതായിട്ട് വരുന്നത്. കാരണം കറണ്ട് എനിക്ക് അപ്പൊ എനിക്കാണെങ്കിൽ ഈ VM/XCനെ എനിക്ക് എങ്ങനെ എഴുതാം? IM എന്ന് എഴുതിക്കൂടെ? അപ്പൊ I ഈസ് ഈക്വൽ ടു IM ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2. കാരണം VM/XC ആണ് എന്ത്? നമ്മുടെ IM എന്ന് പറഞ്ഞത്. നേരത്തെ VM/XL പറഞ്ഞില്ല, VM/R പറഞ്ഞില്ല. അതുപോലെ ഇതാണ് ഇവിടുത്തെ കേസിൽ IM എന്ന് പറഞ്ഞത്. അപ്പൊ I ഈസ് ഈക്വൽ ടു IM ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2. കാരണം എനിക്ക് സൈനിലോട്ട് ആക്കിയാലല്ലേ പറ്റത്തുള്ളൂ കോസിന്. കാരണം V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടിയിൽ കിടക്കുമല്ലേ? അപ്പൊ I ഈസ് ഈക്വൽ ടു IM സൈനിന്റെ കമ്പോണന്റിൽ ഉണ്ടെങ്കിലല്ലേ ഫേസ് ഡിഫറൻസ് ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവിടെ കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് മാറ്റിയത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും?
വോൾട്ടേജിനേക്കാൾ ഇവിടെ കറണ്ട് പ്ലസ് സൈൻ അല്ലേ, അപ്പൊ എന്തായിരിക്കും ചെയ്യുക? ലീഡ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ, ലീഡ് ചെയ്യാണ്. കറണ്ട് വോൾട്ടേജിനെക്കാളും π/2 ഡിഗ്രി കൂടുതലാണ് ഇവിടെ എന്ത് വരുന്നത്? കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പം കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ലാഗ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അത് കറണ്ട് എന്താ ചെയ്യുന്നത്? ലീഡാണ് ചെയ്യുന്നത്. ഇതിപ്പോ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൽ നിന്ന് π/2 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? കറണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്? ഒരു ഫേസ് ഡിഫറൻസും ഇല്ല. ഇവിടെ ആകുമ്പോൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, ഇൻഡക്ടൻസിന്റെ കേസിലാണെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു അല്ലെ. ഇനി ഇതിലും എന്തുണ്ട്? പവർ ഇല്ലേ? പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് തന്നെയാണ് അല്ലെ. VI ആണ്. V എന്ന് പറയുമ്പോൾ എന്ത് വരും? VM sin ωt. I എന്ന് പറയുമ്പോൾ എന്ത് വരും? IM sin ωt പ്ലസ് π/2 അല്ലെ. ഇവിടെ എല്ലാം സൈനിന്റെ ഒക്കെ പാർട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം എന്തായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് പാർട്ടായിരിക്കും. അപ്പൊ നമുക്ക് പവർ ഇവിടെ എന്ത് വരും? 0 ആണെന്ന് പറയാൻ പറ്റും. നമുക്കൊരു ആവറേജ് ഇത് വരുമ്പോൾ നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്, പ്യുവർ റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ടുള്ള അവിടുത്തെ റെസിസ്റ്റൻസ് 6 ആണ് അല്ലെ. അപ്പൊ IM എന്ന് പറയുന്നത് എന്ത് വരും? VM ബൈ, ഞാനൊന്ന് കമ്പയർ ചെയ്ത് എഴുതാവേ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ റെസിസ്റ്റൻസ് പറഞ്ഞ ടൈമില് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടായിരുന്നപ്പോ എന്തായിരുന്നു? അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് IM എന്ന് പറയുന്നത് എന്തായിരുന്നു? VM/R ആയിരുന്നു. അതുപോലെ അത് ഇൻഡക്ടൻസിന്റെ അവിടെ ആകുമ്പോൾ I എന്ന് പറയുന്നത് എന്തായിരുന്നു? VM/XL ആണ്. വേർ XL is equal to L omega. കപ്പാസിറ്റൻസ് വന്നപ്പോഴത്തേക്ക് അവിടെ കറണ്ട് എന്ന് പറയുമ്പോൾ VM/XC ആയിരുന്നു. അവിടെ XC എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/C omega ആയിരുന്നു. 1/C omega ആയിരുന്നു അവിടുത്തെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതാണ് കറണ്ടിന്റെ IM-ന്റെ വാല്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് കറണ്ടും വോൾട്ടേജും എന്തായിരുന്നു? ഇൻ ഫേസ് ആയിരുന്നു. ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇൻഡക്ടൻസിന്റെ കേസിൽ വോൾട്ടേജിൽ നിന്ന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരുന്നു ആര്? കറണ്ട് ഉണ്ടായിരുന്നത്. കപ്പാസിറ്റൻസിന്റെ കേസ് വന്നപ്പോൾ 90 ഡിഗ്രി ലീഡാണ് ചെയ്തത്. വോൾട്ടേജിനെക്കാളും 90 ഡിഗ്രി ലീഡാണ് കറണ്ട് ചെയ്തത്. പിന്നെ ഇവിടെ പവർ എന്ന് പറയുന്നത് എന്തായിരുന്നു? VM/IM/2 എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ആയിരുന്നു. അസമയം ഇൻഡക്ടൻസിന്റെ കേസിലും കപ്പാസിറ്റൻസിന്റെ കേസിലും പവറിന്റെ വാല്യൂ എന്താണുള്ളത്? 0 ആയിരുന്നു. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു ഏകദേശം AC സർക്യൂട്ട്സിന്റെ ഫണ്ടമെന്റൽസ് പറയുന്നത്. ബാക്കി ഈ മൊഡ്യൂളിന്റെ ബാക്കിയുള്ളതും